ഫുഡ് സൈക്കിൾ തകർന്നു. ആ നാച്ചുറൽ ഫുഡ് സൈക്കിൾ ഉണ്ടല്ലോ, അത് തകർന്നു. ഈ വരുന്ന ഏപ്രിൽ 9 നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുക. എല്ലാ നിയമങ്ങളും മനുഷ്യരുടെ നന്മയ്ക്കല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ? കാട്ടുപന്നി ശല്യം നമുക്ക് നിയന്ത്രിക്കാം. കാട്ടുപന്നി ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ? എൻ്റെ പറമ്പിലെ ചക്കയ്ക്ക് പോലും നിലനിൽപ്പില്ല. നിങ്ങൾക്കോ? അതെ, കേരളത്തിൽ ഇന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്ഥലത്തെ പ്രശ്നമല്ല, കേരളം മുഴുവനുള്ള പ്രശ്നമാണ്. ഈ വരുന്ന ഏപ്രിൽ 9 നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി പ്രയോജനപ്പെടുത്താനുള്ളൊരു അവസരമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നത് ഇതൊരു വാർത്തയല്ല, നമ്മളിൽപ്പെട്ട പലരുടെയും വളപ്പിലെ യാഥാർത്ഥ്യമാണ്. കപ്പയും വാഴയും പച്ചക്കറിയും മാത്രമല്ല, പ്ലാവ് പോലും രാത്രിയിൽ എല്ലാം നശിപ്പിക്കപ്പെടുന്നു. മുമ്പ് കാട്ടുപന്നികളുടെ എണ്ണം നിയന്ത്രിച്ചത് കുറുക്കന്മാരും ചെന്നായികളുമായിരുന്നു. ഇന്ന് അവയുടെ എണ്ണം കുറഞ്ഞു. ഫുഡ് സൈക്കിൾ തകർന്നു. ആ നാച്ചുറൽ ഫുഡ് സൈക്കിൾ ഉണ്ടല്ലോ, അത് തകർന്നു. ഇപ്പോൾ കാട്ടുപന്നികളുടെ എണ്ണം മാത്രം കൂടും. ഇപ്പോൾ ശല്യം തെളിയിച്ചാൽ നടപടിക്രമങ്ങൾക്ക് ശേഷം വെടിവയ്ക്കാം, പക്ഷേ ഭക്ഷിക്കാനും പാടില്ല. അവസാനം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണം. ഈ വ്യവസ്ഥ പര്യാപ്തമല്ല. ആയിരുന്നുവെങ്കിൽ പന്നികളുടെ എണ്ണം കൂടുകയില്ലായിരുന്നു. വെടിവെക്കാനുള്ള ആൾക്കാരും കുറവാണ്, കാരണം അവർക്ക് കിട്ടുന്ന വേതനം കുറവാണ്. അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്ത്. പിന്നെ ഇത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്നുള്ള നിയമം, ഇത്രയും നല്ലൊരു ഫുഡ് റിസോഴ്സ് നമുക്കിങ്ങനെ നശിപ്പിക്കേണ്ടതുണ്ടോ? എല്ലാ നിയമങ്ങളും മനുഷ്യരുടെ നന്മയ്ക്കല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ? അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ ഇത് അറിയിക്കേണ്ടേ? ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിയന്ത്രിത ലൈസൻസിങ് സംവിധാനം നൽകുന്നുണ്ട്. അതിലൂടെ ജനങ്ങൾക്ക് ശല്യമാകുന്ന ജീവികളുടെ സംഖ്യയെ നിയന്ത്രിക്കും, ഭക്ഷണത്തിനുള്ള റിസോഴ്സും ഉണ്ടാകും. ഇത് നിയന്ത്രിതമായും ആരോഗ്യപരമായ പരിശോധനകൾക്ക് ശേഷം സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മാത്രം. ഇത് പെറ്റുപെരുകുന്നത് കർഷകന്റെ കൃഷി ആഹരിച്ചുകൊണ്ട്. അതേസമയം ഇവയെ നിയന്ത്രിക്കാൻ ഇവയെ ഭക്ഷിക്കുന്ന ജീവികളില്ല. അതായത് നമ്മുടെ ഫുഡ് സൈക്കിൾ നിന്നുപോയി. ഇതൊരു ജീവിയെ ഇല്ലാതാക്കുക എന്ന ആവശ്യമല്ല, അങ്ങനെ ഒരിക്കലും പാടില്ല. ഇത് കർഷകനെയും പ്രകൃതിയെയും ഒരുമിച്ച് സംരക്ഷിക്കുന്ന ഒരു പരിഹാരം തേടുന്നതാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ നിങ്ങളെ കാണാൻ വരും. അപ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ, പറയുന്നത് പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. നിങ്ങളുടെ വിള നശിച്ചതിൻ്റെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, തെളിവുകൾ ശേഖരിക്കുക. പ്രദേശം ഒന്നായി രേഖാമൂലം നിവേദനം തയ്യാറാക്കി അവർക്ക് നൽകുക. എല്ലാ മുന്നണിയിലുള്ളവർക്കും നൽകുക. നമ്മുടെ ജനപ്രതിനിധികൾക്കാണ് നിയമം ഉണ്ടാക്കാനും തിരുത്താനും കഴിയുന്നത്. ഇത് വന്യജീവി നിയമത്തിൽപ്പെട്ടതാണ്. ഇതിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ജനപ്രതിനിധികൾ വിചാരിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് അവരെ അറിയിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. അതിനുള്ളൊരു അവസരമാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. രേഖാമൂലം നിവേദനം നൽകിയാൽ അത് നിലനിൽക്കും, അത് എത്തേണ്ടടുത്ത് എത്തും. ഇതൊരു ദിവസത്തെ കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇത് നിയമമായി മാറും. നിയമങ്ങൾ വരാൻ സമയമെടുക്കും, നമ്മൾ അതിന് തയ്യാറാകണമെന്ന് മാത്രം. വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ജനാധിപത്യം. വോട്ട് ചോദിക്കാൻ വരുന്നവരോട് നമ്മുടെ ജീവിത പ്രശ്നം രേഖാമൂലം പറയുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. ഓർമ്മിക്കുക, എൻ്റെ വോട്ട് കാട്ടുപന്നി ശല്യം തീർക്കുവാൻ നമ്മെ സഹായിക്കുന്നവർക്ക്. നിങ്ങളുടേത്? നമ്മൾ കൂട്ടായി ശ്രമിച്ചാൽ ഇത് പരിഹരിക്കപ്പെടും. നിയമത്തിൽ ചെറിയ ഒരു തിരുത്ത്. അതുകൊണ്ട് നമുക്ക് ഈ കാട്ടുപന്നികളുടെ ശല്യം നമുക്ക് പരിഹരിക്കാം, നമ്മുടെ കൃഷിയും നമുക്ക് സംരക്ഷിക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്ന വീഡിയോകൾ പലതും ക്രിയേറ്റഡ് ആണ്, പക്ഷേ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ പ്രശ്നവും ഇങ്ങനെ തന്നെയാണ്. താങ്ക് യു.